സെൽഫ് ലവിങ് ഒരാളുടെ ഒരു അനിവാര്യമായ മൂല്യമാണത്. സെൽഫ് ലവിങ് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മയാകുന്നത്. ഒരാൾ പറയാണ്, കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ എന്നോട് പിണങ്ങിപ്പോയി. ഭാര്യ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അദ്ദേഹം ടീച്ചിങ്ങിന് പോകുന്ന, ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം ഭാര്യ, മക്കളെയും ഭർത്താവിനെയും എല്ലാവരെയും ഉപേക്ഷിച്ചു പോകുന്ന സമയത്ത് പറഞ്ഞത്, കുറെ കാലമായി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇത് സെൽഫ് ലവിങ് ആണെന്ന് അദ്ദേഹം കരുതുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെയാണോ സെൽഫ് ലവിങ്? അല്ല. സെൽഫ് ലവിങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മൂല്യമാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും സുഖമുള്ള ഒരു സംഗതിയാണ്. മറ്റുള്ളവരെ സേവിക്കുക എന്നതും മൂല്യങ്ങളാണ്. ആ മൂല്യത്തെ സ്വന്തത്തിനു വേണ്ടി ചെയ്യുമ്പോഴാണ് അത് സെൽഫ് ലവിങ് ആകുന്നത്. ഒരു മാതാവ് ആയിരിക്കെ ഒരു സഹോദരി അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന മക്കളുടെ പരിപാലനങ്ങൾ, അത് മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ തിരിച്ചുള്ള താങ്ക്സിന്റെ വാല്യൂ കുറഞ്ഞാൽ, അതിന്റെ വോള്യം കുറഞ്ഞാൽ പ്രയാസം ഉണ്ടാകും. അതേസമയത്ത് മക്കളെ പരിപാലിക്കുന്നത് നമ്മുടെ സുഖത്തിന് വേണ്ടിയാണെങ്കിൽ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ അപ്പോൾ അത് അവൈലബിൾ ആണ്, അപ്പോൾ നമുക്കത് കിട്ടും. അതല്ല, മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിക ദൃഷ്ടിയായി ഇത് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് പറയാൻ. പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമാണ് മക്കളെ പരിപാലിക്കുക. ആ ലക്ഷ്യത്തോടെ മക്കളെ പരിപാലിക്കുമ്പോൾ അതൊരു പ്രതീക്ഷയാണ്. അപ്പോൾ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയും. സെൽഫ് ലിവിങ് എന്ന സൈക്കോളജിയുടെ, മനഃശാസ്ത്രത്തിന്റെ ആശയം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സുഖത്തിനു വേണ്ടി, അതായത് മറ്റുള്ളവർക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞല്ലോ, അതൊരു വലിയ സുഖമാണ്. ആ സുഖം ഉൾക്കൊണ്ട് എനിക്ക് വേണ്ടിയാണ് ഞാൻ മക്കളെ പരിപാലിക്കുന്നതെങ്കിൽ അതൊരു സുഖമാണ്. ഇത് അധ്യാപകർ ചെയ്യുമ്പോഴും നാം മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അത് നാം നമുക്ക് വേണ്ടി ചെയ്യുക. സമ്പാദ്യ വിഷയങ്ങളിൽ സ്വതക്ക ചെയ്യുമ്പോൾ പുലർത്തേണ്ട കാഴ്ചപ്പാട് ഇസ്ലാം പറയുന്നത് കാണാം. ഹസന, അള്ളാഹുവിന് ആരാണ് നല്ല കടം കൊടുക്കുന്നത് എന്നാണ് അവിടെ ചോദിച്ചത്. അള്ളാഹുവിന് ആര് ദാനം കൊടുക്കുന്നു എന്ന മട്ടിലാണ് അവിടുത്തെ പെരുമാറ്റ രീതി. അതായത് നാം മറ്റൊരാൾക്ക് ദാനം കൊടുക്കുമ്പോൾ പോലും നമ്മുടെ സൃഷ്ടാവ് നമുക്ക് ഏൽപ്പിച്ചത്, നമുക്ക് തന്നത് നാം മറ്റൊരു സൃഷ്ടിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അത് അള്ളാഹുവിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു പ്രതിഫലം തരും എന്ന ബോധ്യം നിലനിർത്തുമ്പോൾ അത് മറ്റൊരാൾ നമുക്കൊരു താങ്ക്സ് തരേണ്ടതില്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഒരു താങ്ക്സ് നമ്മളതിൽ പ്രതീക്ഷിക്കുന്നില്ല, പകരം പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഏറ്റവും സുഖമുള്ള ദാനം. ഈ ദാനം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സുഖം അത് സെൽഫ് ലവിങ് കൂടിയാണ്. സത്യത്തിൽ നാം നമുക്ക് വേണ്ടി ചെയ്യുന്നു. ആര് എവിടെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്ന മനോഭാവം വെച്ച് പുലർത്തുന്നത് സെൽഫ് ലവിങ് ആണ്. മക്കളെ പരിപാലിക്കുന്ന സമയത്ത് ഒരു രക്ഷിതാവ്, അല്ലെങ്കിൽ ഒരു കുടുംബം പരിപാലിക്കുന്ന കുടുംബനാഥൻ, ഒരു ക്ലാസ് ലീഡ് ചെയ്യുന്ന ഒരു അധ്യാപകൻ, ഒരു സ്ഥാപനം ലീഡ് ചെയ്യുന്ന ഒരു മാനേജർ, സ്ഥാപനം ലീഡ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പാൾ, ഒരു നാടിനെ ഭരിക്കുന്ന ഭരണാധികാരി, ഇങ്ങനെ തുടങ്ങി ഏതൊരാളും അവരവരുടെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ സേവ് ചെയ്യുന്നു, മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നു എന്ന ചിന്താഗതി വെച്ച് പുലർത്തുമ്പോൾ അത് സെൽഫ് ലിവിങ് ആണ്. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. സെൽഫ് ലിവിങ് എന്നതൊരു മൂല്യമാണ്. ഞാൻ ഒരു പൊതി ചോറ് വാങ്ങിച്ചു, നല്ല വിശക്കുന്ന സമയമാണ്. അത് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഒരു വിശക്കുന്ന ഒരു പരദേശിയായ ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നെ സമീപിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒന്ന് പോയിക്കോളാൻ പറയുന്നു. എന്നിട്ട് ഞാൻ സ്വയം കഴിക്കുന്നു. മറ്റൊരു ഓപ്ഷൻ, ഞാൻ വിശക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഭക്ഷണം പകുതിയോ അല്ലെങ്കിൽ മുഴുവനോ കൊടുത്ത് അദ്ദേഹത്തെ കഴിപ്പിക്കുന്നു. ആ കഴിപ്പിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം, ആ സുഖത്തിന് പറയുന്നതാണ് സെൽഫ് ലിവിങ് എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ വലിയവനായി, ഞാൻ ഉന്നതനായി, ഞാൻ സൽക്കർമ്മം ചെയ്യുന്നവനായി. അല്ല, മറ്റൊരാൾ വിശക്കുന്ന സമയത്ത്, ഞാൻ വയറ് നിറച്ച് ഭക്ഷിക്കുന്ന സമയത്ത് ഞാൻ സ്വാർത്ഥനാണത്. അതേസമയം തീരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, മരണം മുന്നിൽ കാണുന്ന സമയമൊക്കെ ആണെങ്കിൽ അവർ നാം നിലനിർത്തണം. അത് അല്ലാത്തൊരു സമയത്ത് മറ്റൊരാൾക്ക് പരിഗണന നൽകുന്നത് അത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന, വലിയ മാനസിക സുഖമുണ്ടാക്കുന്ന ഒരേർപ്പാടാണ്. അതുകൊണ്ട് തന്നെ സെൽഫ് ലിവിങ് എന്ന് പറഞ്ഞ് ഇന്ന് പലരും കുടുംബം തകർക്കുന്നുണ്ട്. കുറെ കാലമായി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ. അങ്ങനെയല്ല. ആർക്ക് എന്ത് ചെയ്യുമ്പോഴും നാം നമുക്ക് വേണ്ടി ചെയ്യണം. ഇന്ന് പുതുതലമുറയിൽ വിവാഹത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരൊക്കെ പറയുന്നത് മറ്റാർക്കോ വേണ്ടി ജീവിക്കേണ്ടി വരുമെന്നാണ്. അതിൽ അവർ സൂചിപ്പിക്കുന്നത് ഭർത്താവിനെ ആവശ്യമായ സേവനങ്ങൾ ചെയ്യുക, അതുപോലെ മറ്റു പലർക്കും വേണ്ടി സേവനങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നതാണ്.
ഏത് സേവനങ്ങളും നാം നമ്മുടെ സുഖത്തിനു വേണ്ടി ചെയ്യുന്നു എങ്കിൽ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അത് സെൽഫ് ലവിങ് ആണ്. അതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം മറ്റുള്ളവർക്ക് പലതും ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അതൊരു പെടല് തന്നെയാണ്. അതുകൊണ്ട് സെൽഫ് ലിവിങ് എന്നത് നമ്മുടെ മൂല്യമാണ്. നാം നമ്മെ സ്നേഹിക്കുക, നാം ആർക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുക, പരസ്പരം ഉൾക്കൊണ്ട്, പരസ്പരം സെർവ് ചെയ്ത്, പരസ്പരം സേവ് ചെയ്ത്, പരസ്പരം സംരക്ഷിച്ചും പരസ്പരം സഹകരിച്ചും പരസ്പരം വേണ്ട പരിചരണങ്ങൾ നൽകിയും ജീവിക്കുന്നത് മനുഷ്യന്റെ വാല്യൂ ആണ്. ലോകോത്തര നിലവാരമുള്ള സെലിബ്രിറ്റികൾ അവരുടെ ലൈഫ് കോച്ചുമാരുടെ നിർദ്ദേശപ്രകാരം മാനസിക സുഖത്തിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റികൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. പരാധീനതകൾ അനുഭവിക്കുന്ന രാജ്യങ്ങളിലെ, നാടുകളിലെ, ഗ്രാമങ്ങളിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സേവനങ്ങൾ ചെയ്യുന്നത് കാണാം, അവർക്ക് ദാനങ്ങൾ ചെയ്യുന്നത് കാണാം. അപ്പോൾ കിട്ടുന്ന മാനസിക സുഖം ഒന്ന് വേറെയാണ്. അതോടൊപ്പം ഒരു വ്യക്തിയുടെ പ്രശസ്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഭൗതിക ലോകത്തെ പ്രശസ്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആ പ്രശസ്തിയിലും അത് വലിയൊരു സാധ്യതയാണ്. മനുഷ്യന്മാരുടെ ഇടയിൽ ഉന്നതമായ സ്ഥാനം നേടാനുള്ള ഒരു വഴി കൂടിയാണ്. അതുകൊണ്ട് സെൽഫ് ലവിങ് അത് ആധ്യാത്മികതയിൽ ചേർത്ത് പറഞ്ഞാൽ, അഥവാ മതവിശ്വാസത്തോട് ചേർത്ത് പറഞ്ഞാലും അത് സ്വീകാര്യമാണ്. ആധുനിക മനഃശാസ്ത്രത്തോട് ചേർത്ത് പറഞ്ഞാലും അത് സ്വീകാര്യമാണ്. നല്ല വശമാണ്, നല്ല സമീപന രീതിയാണ്, വാല്യൂ ആണ്. ഫേംനെസ് വിത്തൗട്ട് ആങ്കർ, ദേഷ്യമില്ലാത്ത കാർക്കശ്യം, നിലപാട് എല്ലാവർക്കും ജീവിതത്തിൽ ഏറെ ആവശ്യമുള്ളതാണ്. രക്ഷിതാവായിരിക്കുമ്പോഴും അധ്യാപകനായിരിക്കുമ്പോഴും ജീവിതത്തിലെ എല്ലാ മേഖലയിലും ആവശ്യമുള്ളതാണ് നിലപാടുകൾ. നിലപാടില്ലാതാൽ ആയാൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും രക്ഷിതാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹം വലിയ വിഷമത്തിലാണ്. വിദേശത്ത് നിന്ന് പ്രവാസ ജീവിതത്തിൽ ലീവിന് വേണ്ടി ഒരു 6 മാസത്തേക്ക് നാട്ടിലേക്ക് വന്നിട്ട് 3 മാസം പോലും തികയാതെ തിരിച്ചു പോകേണ്ടി വരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു പോകാനുള്ള കാരണം എൻ്റെ 17 വയസ്സുകാരനായ മകനാണ്. ആ മകൻ ഇപ്പോൾ എൻ്റെ ഒരു തീർത്താൽ തീരാത്തൊരു ശല്യമായി മാറിയിരിക്കുന്നു. അവനെ ഓർത്ത് വിഷമമായിട്ട്, സങ്കടമായിട്ട്, ചിലപ്പോഴൊക്കെ ഭയമായിട്ടാണ് ഞാൻ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത്. എന്താണ് കാരണം? അവൻ്റെ പെരുമാറ്റം വളരെ മോശമായിരിക്കുന്നു. അദ്ദേഹം വീണ്ടും തുടർന്നു, ഞാൻ എൻ്റെ മകന് വളരെ വിലപിടിപ്പുള്ള ഒരു റോയൽ എൻഫീൽഡ് 2 ഇയർ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. 85,000 രൂപ വിലയുള്ള ഫോൺ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും മകൻ എന്നെ അനുസരിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ സാമ്പത്തിക വരുമാന സാധ്യത എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇച്ചിരി പ്രയാസമാണ്. ഇനി ഇത്രയും വിലപിടിപ്പുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്ത എന്തിന്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ മറ്റുള്ളവരുടെ മുമ്പിൽ കുറഞ്ഞു പോകരുത് എന്ന ചിന്തയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്നേഹം തിരിച്ചു കിട്ടുന്നുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, അവൻ എന്നോടാണ് ഏറ്റവും കൂടുതൽ പ്രയാസവും മടുപ്പും. ഞാൻ തിരിച്ച് ചോദിച്ചു, നിങ്ങൾ മകന് പ്രയാസം ഉണ്ടാകാൻ കാരണമാകുന്ന വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ നന്നായിട്ട് മാത്രമേ പെരുമാറാറുള്ളൂ, ഷൗട്ട് ചെയ്യാറില്ല, കുറ്റപ്പെടുത്താറില്ല. എന്നിട്ടും മകൻ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ട്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. എല്ലാ രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ്. മക്കൾ പറയുന്നു അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കുമ്പോൾ അതിനൊന്നും കഴിയാത്ത രക്ഷിതാക്കൾ പോലും പലപ്പോഴും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. കയ്യിൽ ക്യാഷ് ഇല്ലാത്തപ്പോഴും ഇല്ലാത്ത ക്യാഷ് കടം വാങ്ങിയിട്ട്, ലോണ് വാങ്ങിച്ചിട്ടൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ലാത്ത സംഗതികൾ വാങ്ങിച്ചു കൊടുക്കുന്നു. 16 വയസ്സായ ഒരു കുട്ടിക്ക് ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഇത് ചെയ്യേണ്ടി വരുന്ന ഒരു രക്ഷിതാവ് എന്തുകൊണ്ടാണ്? ഫേംനെസ് ഇല്ലാത്തത് കൊണ്ടാണ്, നിലപാടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ആ സമയത്ത് മകനോട് പറയുന്നു, മോനെ, ഒന്നുകിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്. ക്യാഷുള്ള രക്ഷിതാവ് പറയും, ക്യാഷ് ഉണ്ട്, പക്ഷെ ഈ സമയത്ത് ഞാൻ നിനക്കത് വാങ്ങിച്ചു തരുന്നത് നിന്നോടുള്ള സ്നേഹമല്ല, അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു തരില്ല. പക്ഷെ ഇത് പറയേണ്ടത് ഇമോഷണലാകരുത്, ദേഷ്യപ്പെട്ട് പറയരുത്, ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യരുത്. വളരെ നിലപാടോടുകൂടി, അഥവാ ഒരു വൈകാരികതയും ഇല്ലാതെ വിവേകപൂർണമായി പറയാൻ പറ്റണം. അങ്ങനെ പറഞ്ഞാൽ മക്കളത് സ്വീകരിക്കും. ഇനി അഥവാ തത്സമയം സ്വീകരിച്ചിട്ടില്ലെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ മക്കൾക്കത് ബോധ്യപ്പെടും. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ
കുറച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു വിഷയം പറയുമ്പോൾ ഇതിനോടനുബന്ധമായ ഒരു ദേഷ്യപ്രകടനമോ ഇതിന്റെ തുടർച്ചയോ പാടില്ല. ഇത് പലയിടത്തും അനിവാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ ഒരു പെരുമാറ്റത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ജ്യേഷ്ഠൻ ചില നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി അന്യായമായി ശാഠ്യം പിടിക്കുന്നു. ആ ശാഠ്യം പിടിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം തുറന്ന് പറഞ്ഞുകൂടെ? അദ്ദേഹത്തിനൊരു ഭയം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന സമയത്ത് ഇമോഷണലാകാതെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. എൻ്റെ ആവശ്യം ഇങ്ങനെയാണ്, നിങ്ങളത് ചെയ്യുന്നില്ല എന്ന് തീർത്ത് പറയുക. അതുപോലെ പലപ്പോഴും നമ്മൾ സെഷനൊക്കെ ആരംഭിക്കുന്ന സമയത്ത് സെഷനുകളിൽ പങ്കെടുക്കുന്ന ചിലരൊക്കെ പറയും, എനിക്ക് ചില വിഷയങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതിരുന്നാൽ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന പല നേട്ടങ്ങളും കിട്ടാതെ പോകുന്നു. എവിടെയും നമുക്കാവശ്യമുള്ള വിഷയങ്ങൾ തുറന്ന് സംസാരിക്കുക. ഒരു സെഷനിൽ ആ കാര്യങ്ങൾ പറയാനുള്ളത് അത് പറയുക. അതുപോലെ ഒരു വ്യക്തിയോട് പറയാനുള്ളത് തുറന്ന് പറയുക. ഫേംനെസ് വിത്തൗട്ട് ആങ്കർ, ദേഷ്യമില്ലാത്ത നിലപാട് ജീവിതത്തിൽ ഒരു അനിവാര്യതയാണ്. എന്ന് മാത്രമല്ല, ഫേംനെസ് ഇസ് എ ലവ് ലാംഗ്വേജ്, അതൊരു സ്നേഹഭാഷയാണ്. മക്കളോട് രക്ഷിതാക്കൾ സ്വീകരിക്കേണ്ട സമീപനം ഇതാണ്. ഒരു ദിവസം ഒരു രക്ഷിതാവ് എന്നെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകളാണ് എൻ്റെ വിഷയം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ, അവളെ ചില വിഷയങ്ങൾ ധരിപ്പിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത്, പക്ഷെ അവൾ അത് അറിയരുത്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് അത് അറിഞ്ഞുകൂടാ? അവൾ അറിഞ്ഞാൽ അവൾ പറയുന്നത് ഞാൻ ജീവനോടെ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറയുന്നു. എന്നാൽ ഇവിടെയൊക്കെ മക്കളോട് ഉള്ള സമീപനത്തിൽ ഒരു രക്ഷിതാവ് ഫേംനെസ് പഠിച്ചാൽ, അഥവാ അവരോട് നമ്മുടെ ശരികൾ പറയാൻ നിലപാടോടുകൂടെ, കൃത്യതയോടുകൂടെ, ഇമോഷണൽ ആകാതെ, വൈകാരികമാകാതെ ഒന്ന് പറയാൻ തയ്യാറായാൽ മക്കളത് ഉൾക്കൊള്ളും. പക്ഷെ വൈകാരികത വന്നതാണ് പ്രശ്നം. ചിലരൊക്കെ പറയുന്നത് കാണാം, ഇപ്പോൾ വർഷാവസാനമാകുമ്പോൾ, അധ്യയന വർഷത്തിന്റെ അവസാനമൊക്കെ ആകുമ്പോൾ ടൂറിന് പോകണം. ടൂറിന് പോകുന്ന സമയത്ത് ഒരുപാട് അസാംഗത്യങ്ങൾ, പാടില്ലാത്ത കാര്യങ്ങൾ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമാകുന്ന ഒരു അവസരം കൂടിയാണ് ടൂറുകൾ പലയിടത്തും. ചില അധ്യാപകരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ചില നിസ്സംഗതകൾ പുലർത്തുന്നത് കാണാം. പാടില്ലാത്തതാണ്, അവരോട് ചേർന്നതല്ല. അതായത് കുട്ടികളിൽ പാടില്ലാത്ത അനാവശ്യങ്ങൾ, വേണ്ടാത്തരങ്ങൾ കടന്നു വരാൻ കാരണമാകുന്ന ഒരു ആക്ടിവിറ്റിയായി ടൂറ് അതപ്പതിച്ചിട്ട് അതേ ടൈപ്പിൽ തന്നെ ആ ടൂറ് നടത്തുന്ന അധ്യാപകരുണ്ട്. അങ്ങനെ അധ്യാപകരത് നടത്തുമ്പോൾ ചില രക്ഷിതാക്കൾ കുടുങ്ങുന്നു. അതായത് ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ തൂങ്ങി മരിച്ചതൊക്കെ കാണാം. എന്തുകൊണ്ടാണ് തൂങ്ങി മരിക്കുന്നതെന്നറിയോ? പറയുന്ന സമയത്ത് ഇമോഷണലായി പറയുന്നത് കൊണ്ടാണ്. ക്യാഷിന് തരില്ല എന്ന് പറയുമ്പോൾ അവരോട് കൃത്യതയോടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ, മോളെ അല്ലെങ്കിൽ മകനെ, നിനക്ക് ഇപ്പോൾ ഈ ടൂറ് പോകാൻ ടൂറ് പോകുന്നത് അനുയോജ്യമല്ല. അതല്ലെങ്കിൽ രക്ഷിതാവിന്റെ കയ്യിൽ സാമ്പത്തികമായ പ്രയാസമാണെങ്കിൽ ആ പ്രയാസം കൃത്യതയോടെ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഈ പ്രശ്നം ഉണ്ടാകൂല. ചെറിയ കുട്ടിക്ക് ഫോൺ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തത് കാണാം. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഈ ഫോണ് കൊടുക്കാതിരിക്കുന്ന സമയത്തുള്ള രക്ഷിതാവിന്റെ കമ്മ്യൂണിക്കേഷൻ അതിൽ ഇമോഷണൽ കയറി വരുന്നത് കൊണ്ടാണ്. ഇമോഷണൽ, അതായത് പറയുന്ന രംഗം ചിന്തിച്ചു നോക്കിയാൽ, തരൂല എന്ന് പറയുന്ന അവസരം, ആ ചൂടായിട്ട് പറയുന്ന അവസരം, അതിന് പകരം ആ കുട്ടിയോടുള്ള പെരുമാറ്റങ്ങൾ പൊതുവെ നന്നായിരിക്കുകയും അതോടൊപ്പം ആ കുട്ടിയോട് ഈ വിഷയത്തിൽ മാത്രം അത് തരില്ല എന്ന് ഇമോഷണലാകാതെ പറഞ്ഞിരുന്നെങ്കിൽ, അതിന്റെ കാരണവും വേണമെങ്കിൽ ചുരുക്കി പറയാം, അത് പറഞ്ഞിരുന്നെങ്കിൽ മക്കളത് സ്വീകരിക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ആശയവിനിമയ രീതിയാണ് ഫേംനെസ്. നിലപാട് എല്ലായിടത്തും. അധ്യാപകർക്ക് ഇത് അനിവാര്യമാണ്. വിദ്യാർത്ഥികളെ ഭയപ്പെടുന്ന അധ്യാപകർ ഇന്ന് ധാരാളമാണ്. അതിന്റെ കാരണം, വിദ്യാർത്ഥികളോട് പൊതുവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിലവാരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല പലരും. അതേസമയത്ത് ഇത്തരം കോൺഫ്ലിക്റ്റുകളുള്ള, തർക്കങ്ങളുള്ള അവസരങ്ങളിൽ, ആ അവസരങ്ങളിൽ വിദ്യാർത്ഥികളോട് പെരുമാറുന്നത് രൂക്ഷമായ രീതിയിലോ അവരെ അവഹേളിക്കുന്ന രീതിയിലോ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടോ ആകുമ്പോൾ കുട്ടികൾക്ക് അത് പ്രയാസം സൃഷ്ടിക്കുന്നു. അവർ അതിനെ ആ അർത്ഥത്തിൽ തന്നെ, അതായത് ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട്, ഒരു തർക്കമായി അതിനെ എതിരേൽക്കുന്നു.
അങ്ങനെ എതിരേൽക്കുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നു. അത് അധ്യാപകർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. അത് ഭയപ്പെട്ട് പലരും അധ്യാപകർ നിലപാടുകളിൽ നിന്ന് ഒളിച്ചോടുന്നു. ഇത് പാടില്ല. നിലപാടുകളിലൂടെ മുന്നോട്ട് പോകണം. അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഇത് അനിവാര്യമാണ്. വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് പലപ്പോഴും അബ്യൂസ്മെന്റുകൾക്ക്, ദുരുപയോഗങ്ങൾക്ക് വിധേയമാകുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ദുരുപയോഗങ്ങൾക്ക്, ലൈംഗിക ദുരുപയോഗങ്ങൾക്ക് വിധേയമാകുന്നതിന്റെയും പ്രധാന പരിഹാരങ്ങളിൽ ഒന്ന് ഒരു നോ പറയാനുള്ള ശേഷി. തന്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം, അനിഷ്ടങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വഴങ്ങിക്കൊടുക്കുന്നത്, തന്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ നിന്ന് മാറി മറ്റുള്ളവർക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നത്, ഒരു നോ പറയാൻ പഠിച്ചാൽ മതി. എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങളുടെ മുമ്പിൽ ഞാൻ അതിനില്ല എന്ന് പറയാൻ ഒരു വിദ്യാർത്ഥി തയ്യാറായാൽ ജീവിതം സുരക്ഷിതമാണ്. എവിടെയും അനിവാര്യമായ ഒന്നാണ് ഫേംനെസ് വിത്തൗട്ട് ആങ്കർ, ദേഷ്യമില്ലാത്ത നിലപാട്.